ഹലോ എല്ലാവർക്കും നമസ്കാരം. വിലായത്ത് ബുദ്ധ എന്തൊക്കെ പറയണം അല്ലെ നാട്ടുകാര് വിലായത്ത് ബുദ്ധനെ കുറിച്ചിട്ട്? സത്യമാണോ ശരിയാണോ? ശരിക്കും എന്ത് സംഭവിച്ചു സിനിമയ്ക്ക്? ബോറൊക്കെയാണ്, പക്ഷെ വരട്ടെട്ടാ, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു പരിപാടി നോക്കാം. നമ്മുടെ അഭിപ്രായം എന്താന്ന് പറയാം. സത്യം പറയാലോ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോണേക്കാൾ മുമ്പ് തുറന്നിട്ടൊരു കാര്യം പറയാം. ഇന്റർവെല് വരെ നമ്മൾ അടിപൊളിയായിട്ട് പടം ആസ്വദിച്ചു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്റർവെല് വരെ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു തമിഴ് പടത്തിന്റെ രീതിയിലേക്ക് പോയി. സോ കാര്യങ്ങളിലേക്ക് വരാം. കാര്യങ്ങളിലേക്ക് വരുന്ന പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ പടം നവംബർ 21 ഇറങ്ങിയത്. നവംബർ 21 ഇറങ്ങി ഓൾമോസ്റ്റ് അടിച്ചു പോയ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ ജയൻ നമ്പ്യാർ, നമ്മുടെ സച്ചിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ജയൻ നമ്പ്യാർ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരു ട്രൈബ്യൂട്ട് പോലെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നോവൽ ഉണ്ടായിരുന്നല്ലോ, വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന നോവല്. അത് GR ഇന്ദുഗോപൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് എഴുതിയത്. പുള്ളിയും ജയൻ നമ്പ്യാരൊക്കെ കൂടിയിട്ടാണ്, പിന്നെ രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയൊക്കെ കൂടിയിട്ടാണ് ഈ പടം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത്. പൃഥ്വിരാജ് സുകുമാരൻ, ഷമ്മി തിലകൻ, പിന്നെ പ്രിയംവദ കൃഷ്ണൻ, ഇവരാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള പരിപാടികളൊക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ മ്യൂസിക് ജെയ്ക്സ് ബിജോയ് ആണ്, എഡിറ്റർ ശ്രീജിത്ത്, മറയൂർ പരിപാടികളാണ് എല്ലാം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് പടമുണ്ട്. അപ്പോൾ പടത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ഒറ്റ കാര്യം, എന്ത് ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും എൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാം. ഈ ചന്ദന മരം ഉണ്ടല്ലോ, ചന്ദന മരം ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ കുറച്ച് നല്ലപോലെ മൂത്ത്, എന്താ പറയുക, അടിപൊളി സെറ്റപ്പായി അതിനകത്ത് ഒരു പ്രത്യേകതരം വളർച്ചയിലേക്ക് എത്തും. അതായത് വർഷങ്ങൾ എടുക്കും. ചിലപ്പോൾ നമ്മുടെ കാരണന്മാർ വെച്ചിട്ടുള്ളത് നമുക്ക് നമ്മളുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അങ്ങനത്തെ വലിയ മരങ്ങൾ, നല്ല മൂപ്പെത്തിയിട്ടുള്ള മരങ്ങൾ, അതിനാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മരത്തിന് അങ്ങനെ പറയാൻ കാരണം അതിനകത്തുനിന്ന് നല്ല ശില്പങ്ങളൊക്കെ കൊത്തിയെടുത്ത് സെറ്റപ്പ് ആക്കുന്നു. അപ്പൊ അതിന് നല്ല വിലയുണ്ട്. അപ്പൊ ഈ മരത്തിനെയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പടം കാണുന്നെങ്കിൽ വിലായത്ത് ബുദ്ധ നോവൽ വായിച്ചിട്ടില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ പടത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു നോളജ് കേട്ടോ. അപ്പൊ ഇനി പടത്തിന്റെ കാര്യങ്ങളിലേക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇതിനകത്ത് ആരും മോശം പ്രകടനം എന്നൊന്നും പറയാനില്ല. കുറെ ഞാൻ കേട്ടുട്ടാ, പഴയ സിനിമകളിലുള്ള പോലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമ ഡിസർവിങ് ആണെന്നുണ്ടെങ്കിൽ സീനുകളൊക്കെ കാണിക്കാം. എന്റെ പൊന്നുബായി, ഇന്നത്തെ കാലത്ത് ഇത്രയും ഇതേപോലെയായിട്ട് സീനുകൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് സുകുമാരൻ, അതേപോലെ ഈ പ്രിയംവദ, അവരൊക്കെ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ സിനിമ അത് പലർക്കും, മെജോറിറ്റി ഓഫ് മെമ്പേഴ്സിന് അത് കണക്ട് ആവുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഓഫ് കോഴ്സ് അതിനകത്തുണ്ട്. അപ്പോ അതിൽ കുറെ സീനുകൾ കുത്തിക്കയറ്റിയതാണോ എന്നുള്ളതല്ല, ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സിനിമ കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സീൻ അവിടെ ഉണ്ടായതിൽ നമുക്ക് വലിയ തെറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. കാരണം ആ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ സിനിമ കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്നത് ഷമ്മി തിലകൻ, പ്രിയംവദ, ആ മറ്റേ പെൺകുട്ടി, പിന്നെ അതേപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ. ഇതിനകത്ത് ആ പെൺകുട്ടിക്ക് നെഗറ്റീവ് കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രിയംവദയ്ക്ക്. കാരണം ഭയങ്കര ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു, അഭിനയിച്ചു, അങ്ങനെയുള്ളൊരു കാര്യം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ, ഭയങ്കര ബോൾഡായിട്ട് ഒരു കുട്ടിയാണ്. ഷാമൊക്കെ എന്നിട്ട് പറയണ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അവരുടെ സീനുകൾ, അത് ഇത്. പക്ഷെ ആ കുട്ടി എടുത്തിരിക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, മലയാളത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു വാഗ്ദാനമായിട്ട് എനിക്ക് തോന്നി. സോ എനിക്കറിയില്ല ഇനി എൻ്റെ മാത്രം തോന്നലാണെന്നുള്ളത്. അതിനകത്ത് പിന്നെ വേറൊരു ഈ പടത്തിന്റെ മൂലാധാരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതൊരു കുറച്ച് വലിയ സീനാണ്. ആ സീൻ ആക്ച്വലി ഭയങ്കര ഇന്റൻസ് ആയിരുന്നു. ജയന് അതിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ആ സീൻ റിയലി ആ സിനിമയിൽ ഉടനീളം പ്രതിപാദിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ടാണെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാൽ അതൊരു ആ സീൻ കാണുമ്പോൾ നമുക്കറിയാം, ദിസ് വിൽ ബി ദ മേജർ ചേഞ്ച്, ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു സീനാന്നുള്ളത് നമുക്കറിയാം. സോ
അതിനനുസരിച്ച് അപ്പൊ കാര്യങ്ങള് ആ സീൻ അത്ര ഡെപ്ത് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു നമുക്ക് ഒരു ഫീൽ ആവില്ലേ ആ സീനിലുള്ള ഒരാള് നമ്മളായതിനു ശേഷം അത് നേരിട്ട് ഫീൽ ചെയ്യുമ്പോഴുള്ള ഒരു ഫീല് വരുന്ന ഒരു സംഭവം അതെനിക്ക് തോന്നിയിട്ടാണ് ഇതിനകത്ത്. ഇന്റർവെല് വരെ നല്ല പോലെ പടം കൊണ്ടുപോയി. പിന്നെ അതിന് ശേഷം ഇന്റർവെലിന്റെ അവിടെ നിന്ന് ചെറിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നു. അതില് പിന്നെ നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത വേറൊരു പോർഷൻ, അതിന്റെ കണക്ഷൻസ് ശരിയാക്കാൻ പറ്റിയില്ല. അതിന്റെ കണക്ഷൻസ് അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ആ പടത്തെ ഇഷ്ടപ്പെട്ട് കാണുമ്പോഴേ നമുക്ക് ആ കണക്ഷൻസ് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് തോന്നല് എല്ലാവർക്കും വരും. എനിക്ക് എന്താണെന്നറിയില്ല, ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ആ സിനിമയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ആ പേരിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്രയും സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് ആ ഒരു കണക്ഷൻ എനിക്ക് ഡെവലപ്പ് ആയി, എനിക്ക് മനസ്സിലായത് എന്താന്നുള്ളത്. പക്ഷെ അത് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന രീതി മോശമാണ്. അതിനകത്ത് എന്താ പറയാ, കുറെ സീനുകളൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോ ഇന്ത്യൻ സിനിമയില് മലയാളം ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ ആ മേക്കിങ്ങിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ സീനുകളൊക്കെ അവർ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഡൈജസ്റ്റ് ആവില്ല ഇത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരും. ആ രീതിയിലുള്ള പടങ്ങളാണ് വന്നിട്ടുള്ളത്. കഥാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അടിപൊളിയാണ്. പക്ഷെ അതിന്റെ ചിത്രീകരണത്തിൽ ജയന് തെറ്റുപറ്റി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് 100% ഉറപ്പാണ്. അല്ലാതെ കഥയുടെ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. മേക്കിങ്ങിലെ പോരായ്മ തന്നെയാണ്. മ്യൂസിക് ഒന്നും കുഴപ്പമില്ല, വലിച്ചു വാരി വിതറിയിട്ടൊന്നുമില്ല. അതിനെ മ്യൂസിക്കൽ ഇന്റൻഷൻസും ആ ഒരു ഫീലൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറെ സെക്സിയസ് സീനൊക്കെ പറയുന്നുണ്ട്. അത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണ്, ആ തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്നതാണ്. പക്ഷെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ, ആ ബോണ്ടിങ്ങും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഡയറക്ടറിന് സാധിച്ചില്ല എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമ്മി തിലകൻ ക്യാരക്ടർ റോൾസ് ചെയ്യാൻ, അത് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം, അങ്ങനെയുള്ള റോൾസ് ചെയ്യാൻ വളരെ ക്യാമനാന്നുള്ളത് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. തിലകന്റെ ജീനും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. തിലകന്റെ ഒരു റേഞ്ചിലേക്ക് ആൾ എത്തിയിട്ടുണ്ട്. ആ ഒരു പെർഫോമൻസ് ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഷമ്മി തിലകന് കിട്ടിയ റോള്, ഇതിനു മുമ്പും പല റോളുകളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഷമ്മി തിലകൻ. അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഷമ്മി തിലകന്. അതില് പിന്നെ ഒരു സ്ഫടികം മോഡലൊക്കെ ആയെന്നുള്ളത് പറയുന്നത്, സ്ഫടികത്തിൽ മോഹൻലാൽ കാണിച്ചിട്ടുള്ള ഫുള്ള് ഇതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത് എനിക്ക് അതൊന്നും ഫീൽ ചെയ്തില്ല. സ്ഫടികം എവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു, അതിലെ സീനുകളും ഇതൊന്നും ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പോയി കണ്ടു, എന്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ കണ്ടിട്ടുള്ളവർ എന്താന്നുള്ള കാര്യം, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വേണ്ട. ബൈ ബൈ.